ഹായ് ഫ്രണ്ട്സ്, ഇവിടെ പരിയാരത്തുള്ള എൽമ ഗാർഡനിലാണ്. ഇവിടെ അടിപൊളി സ്പോട്ടാണ്. ഇവിടെ നമുക്ക് കളിക്കാൻ പറ്റും. ഇവിടെ ലോട്ടസ് ഒക്കെ ഉണ്ട്. അവിടെ ഒരു ഗ്രീൻ ഹൗസ് ഉണ്ട്, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്പോട്ടാണ് ഇവിടെ. പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ നല്ല പ്ലേസ് അത്. ഞങ്ങളിപ്പോ ഇതിനെങ്ങോട്ട് വന്നതിനറിയാം. ഞങ്ങളുടെ വേറെ മാമൂദീസ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അടിപൊളി സ്പോട്ടാണ്, പറയാനില്ല. നിങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ ഇവിടേക്ക് വരണം കേട്ടോ. ഹോളൊക്കെ മൊത്തം മേച്ച് നടത്തേക്കാം. ഫുൾ എ സി ആണ്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് ചുറ്റത്തിണ്ട് വരാം. നടക്കാനുള്ള കുറെ പാത്ത് വേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കുളം ഉണ്ട്. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട്. ഇതാണ് എൽമ ഗാർഡൻസിന്റെ ബോർഡും ഫോൺ നമ്പറും. റംബൂട്ടാൻ മരങ്ങൾ ഒരുപാടുണ്ട്. ഇതൊരു നഴ്സറിയാണ്. ആ നഴ്സറിയുടെ ഉള്ളിലാണ് ഇവരിങ്ങനെ ഒരു ചെറിയൊരു ഓഡിറ്റോറിയം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. കുറേ മാവുകളുണ്ട്. ഒരു മരത്തിന്റെ ഷേപ്പ്. അതെ, പേരയ്ക്ക. ഇത് എന്നിട്ട് നാരങ്ങ, ഓറഞ്ചിന്റെ മരം ആണ്ടാ. ഓറഞ്ച് മരം എവിടെ? ഇത് പ്ലാസ്റ്റിക് അല്ല, സിമെന്റ്. മരത്തിന്റെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കെന്താ. നല്ല ചൂടുണ്ട്. ഇത് ഫാൻസി പന. ഇത് വെറുതെ ഫാൻസിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ? പാർക്കിംഗ് സ്പേസ് ഉണ്ടോ? ഏത് ഭാഗത്താണ്? ഫിഷ് കുളം പോലെ അല്ലേ? വളർത്താൻ പറ്റും. ഇങ്ങനെ വലയിട്ട് പിടിക്കുക അല്ലേ? ചൂണ്ടിട്ടൊക്കെ പിടിക്കാം. ഒരു സ്റ്റാച്ചു ഉണ്ട്. ഇതാണ് പാർക്കിംഗ് സ്പേസ് അല്ലേ? നടക്കാനുള്ള പാത്ത് വേസും പിന്നെ ഇരിക്കാനുള്ള കസേര, വൈകുന്നേരത്തെ പ്രോഗ്രാമൊക്കെ നടത്താനൊക്കെ അടിപൊളി പ്ലേസ് ആണ് അല്ലേ? അടിപൊളിയാണ്. ഫുൾ ലൈറ്റും എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. ഏതാണ് അത്? പാലപ്പൂവാണോ? എന്ത് പൂവാന്ന് മനസ്സിലാവണില്ല. ആണോ? എനിക്കറിയില്ല. ഇവിടെ കുറേ കൺസ്ട്രക്ഷൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മുടെ പ്രോഗ്രാംസുകളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. കാർ അവിടെ കിടക്കുന്നുണ്ട്. കാടുണ്ട്. ഇവിടെ പിന്നെ നഴ്സറി ഉണ്ട്. ഇതിന്റെ പുറകില് ഒരു നഴ്സറി ഒക്കെ ഉണ്ട്. അതന്നെ. ഇതാണ് എൽമ ഗാർഡൻ എന്ന് പറയുന്നത്. ഇവിടെ കുറെ ചെടി കണ്ട, അപ്പുറത്തേക്ക് കുറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാവ്, ജാതി, തെങ്ങ്, റംബൂട്ടാൻ, കവുങ്ങ്. ഇതാകും ചവിട്ടല്ല കേട്ടോ. അതിപ്പോൾ പണിയണുള്ളൂ. ഇവിടെ നീങ്ങിടക്ക്. എല്ലാം അടിപൊളിയാണ്. ഫുൾ ഇങ്ങനെ ഡ്രമ്മുകളിലാണ് മരങ്ങള് ചെടികളൊക്കെ നട്ടേക്കണത്. കണ്ട, ഡ്രമ്മിലാണ് ഇതിന്റെ മാവുകളൊക്കെ. കുറച്ച് മണ്ണിലൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതാണ് ബാമ്പു. ഫാൻസി ബാമ്പു അല്ലേ? ശരിക്കത്തെ ഒറിജിനൽ ബാമ്പു ആണ് അല്ലേ? ഓക്കെ. ഇത് തോട് വലിയൊരു തോടുണ്ട് അവിടെ. കുഞ്ഞ പ്ലാവുമേ കായുണ്ടായിക്കണോ? സൂപ്പർ. തോടുണ്ടാ? ഇത് മലേഷ്യൻ കുള്ളനോ ഡങ്ക് സൂര്യ. ഇതിന്റെ പേരാണ് ഡങ്ക് സൂര്യ. ഓക്കെ. അങ്ങനെ ഇങ്ങോട്ടേക്ക് കുറെ വെറൈറ്റികളുണ്ട് കേട്ടോ. വെറൈറ്റി സാധനങ്ങൾ, ചക്കകള്. J33 എന്ന് പറയുന്ന മോഡലാണത്. J33 സപ്പോട്ട. കണ്ടാ?
വലിയ വലിയ മരങ്ങളാണ് കേട്ടോ. നമുക്ക് ലോറി അല്ല ഓട്ടോറിക്ഷയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സൈസിലുള്ള മരങ്ങളാണ്. ആ റംബൂട്ടാനാണ്, റംബൂട്ടാൻ മരമാണ്. ആ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ആ പരിപാടിക്ക് വരാൻ മാത്രമല്ല ഇവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇതാണ് ഒരു മാവ്. ഈ മാവിൻ്റെ പേരാണ് നാം ഡോക് മായി. നാം ഡോക് മായി എന്നാണ് ഈ മാവിൻ്റെ പേര്. ആ തെങ്ങ് ഇവരിവിടെ നട്ടിട്ടുണ്ട്. ആ പിന്നെ ഇവിടെ വാഴ ഉണ്ടാവാൻ വഴിയില്ല, കാരണം ഇത് ചെടികളുടെ പ്ലേസ് അല്ലേ. ഇവിടെ ഡ്രമ്മിലാണ് ഇതേ ഓറഞ്ച് ഉണ്ടായിക്കണൊക്കെ. ഇതേ പച്ച ഓറഞ്ച് കണ്ട പച്ച ഓറഞ്ചുകൾ അറിയാൻ പറ്റുന്നുണ്ട്. അറിയാം, ആയി വരുന്നേ ഉള്ളൂ. കണ്ടാ അതെ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. മാവാണ്, ഇതൊരു മാവാണ് കേട്ടോ. ചെറിയ ഡ്രമ്മിലാണ് വെച്ചേക്കണത്. കണ്ടാ ഫുൾ ഡ്രമ്മിൽ. വേറെ സ്പേസ് ഒന്നും വേണ്ട നിങ്ങൾക്ക്. ഈ സ്പേസുകൾ ഒഴിവാക്കാനായിട്ട് നല്ലതാ. ആ ഈ ഭാഗത്തേക്കൊക്കെ ഉണ്ട്. അപ്പം ആ ഇവിടെ വലിയൊരു കുളമുണ്ട്, കുളം. ആ ഫുൾ ഏരിയ സംഗതി ഇതാണ്. ഇത് എന്തിട്ടാണാവോ? ജംബോട്ടിക്കാണ്, ജംബോട്ടിക്കാബ. ആ അതന്നെ ചെടി പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും അണ്ണാനൊക്കെ കടിക്കാതിരിക്കാനും. അതന്നെ ലോഗൻ പിങ് പോങ്, അതാണ് ഈ മരം. ലോഗൻ പിങ് പോങ്, അടിപൊളി. അപ്പം നിങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ പരിയാരം ജംഗ്ഷൻ കഴിഞ്ഞ് ലെഫ്റ്റ്, അവിടെ പരിയാരത്തുനിന്ന് നായരങ്ങാടിക്ക് പോകുന്ന പ്ലേസ് ഉണ്ട് അല്ലേ? എവിടേക്ക് പോകുന്ന പ്ലേസ് ആണ്? ആ നായരങ്ങാടിക്ക് പോകുന്ന പ്ലേസ് ഉണ്ട്, അവിടെയാണ്. ആ എന്നിട്ട് പണ്ടത്തെ കുളം പോലെ എനിക്കും തോന്നുന്നത്. അത് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ പൈപ്പ് ഇട്ടുണ്ട്, വയറിങ് ഇട്ടുണ്ട്. അതന്നെ ആ ഫുള്ളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അപ്പുറത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകണില്ല, ഭയങ്കര വെയിലായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല. അവിടെ നിറയെ മരങ്ങളുണ്ട്, പ്ലാവുകളുണ്ട്, ആപ്പിളുണ്ട്. ആപ്പിളിൻ്റെ മരം ഞങ്ങളൊന്ന് കാണട്ടെ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആപ്പിളിൻ്റെ മരം. കണ്ടതേ ഇതാണ് ആപ്പിൾ. കണ്ടതേ ഇപ്പുറത്ത് കണ്ടതേ ബെന്നാപ്പിൾ. ഇതാണ് ബെന്നാപ്പിൾ റെഡ്. കണ്ടതേ ഈ ചെടിയാണ് ബെന്നാപ്പിൾ. കണ്ട ആപ്പിൾ ഉണ്ടാവുന്നതാണ് കേട്ടോ, ആണ് വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ അതിൻ്റെ പേര്. ഇവിടെയുള്ള ചേട്ടന്മാരെ കാണാനില്ല, അവരവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നീലം മാവ് ഇനത്തിൽപ്പെട്ട നീലം എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ് ഈ മാവ്. പലവിധമായ ജാതി ടൈപ്പുകളുണ്ട് കേട്ടോ. എല്ലാവരും കൊണ്ട് പോരാ. ഇപ്പോൾ സ്ഥലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങോട്ട് വാ. അവിടെ വാഴയുണ്ട്. ഇവിടെ മാവുകളുടെ ഒരു ഏരിയ, പിന്നെ പ്ലാവുകളുടെ ഒരു ഏരിയ. അവിടെയും കുറേ വാഴകളൊക്കെ ഉണ്ട്. ആ അതന്നെ കവുങ്ങുകളുടെ ഏരിയ, തെങ്ങുണ്ട്. ആ ഇത് നമ്മുടെ കൊടപ്പുളി മാവ്, കേസരി എന്ന് പറഞ്ഞ മാവ്, ഗൗരി. ആ അതേ നമ്മുടെ ഇത് നെല്ലി. ആ ആപ്പിൾ മരം, അത് നെല്ലിമരം. കമോൺ ഇതേ കുഞ്ഞ ഒരു പനമ ഇതുണ്ടായണക്ക്, പൂവുണ്ടായണക്ക്. എത്ര പൊക്കമുണ്ടാവും? 2-3 അടി പൊക്കമുണ്ടാവും. 3 അടി പൊക്കത്തിൽ പനി ഉണ്ടായേക്കണണ്ട. അത് ബഡ്ഡിങ് ടൈപ്പാണ്. വാ ഇതേ ഡ്രമ്മിനകത്ത് തെങ്ങ് നിൽക്കണമൊക്കെ നമ്മളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡ്രമ്മിൽ തെങ്ങ് നിൽക്കണത് ഇത്രേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈസി ആയിട്ട് മാറ്റി സ്ഥാപിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് സൗകര്യത്തിൽ വളം ചെയ്യാൻ പറ്റും. വളം ചെയ്തിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട് പോവില്ല. എല്ലാം പക്കയായിട്ട് ചെടിക്ക് വലിച്ചെടുക്കാനും സാധിക്കും. അതാണ് ഈ ഡ്രമ്മിൽ വെച്ചാലുള്ള ഗുണം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് അയച്ചു കൊടുത്തോളൂ. ക്യാമറ നോക്കിയിട്ട് പറയും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് അയച്ചു കൊടുക്കണം. എല്ലാവരും ഇങ്ങോട്ട് വരണം. പിന്നെ ഇങ്ങോട്ട് വരണം. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പരിയാരത്താണ്. എൽമ ഗാർഡൻ. പരിയാരത്തേക്ക് വരാം. പരിയാരത്തുനിന്ന് നായരങ്ങാടിക്ക് പോണ വഴിയിലാണ്. അവിടെ നിന്ന് ഒരു 200 മീറ്റർ അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് 200 മീറ്റർ കഴിയുമ്പോൾ തന്നെ ബോർഡുണ്ട് എൽമ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിറ്റോറിയവും അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി.
താങ്ക് യു കേട്ടോ. കാറുകളൊക്കെ ഇവിടേക്ക് വരും കേട്ടോ. നമുക്ക് വണ്ടിയും കൊണ്ട് നിങ്ങൾക്ക് ഇവിടേക്ക് വരാം, ഒരു പ്രശ്നമില്ല. എല്ലായിടത്തേക്കും വാഹന സൗകര്യം ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടാറിട്ട റോഡല്ല എങ്കിലും കോൺക്രീറ്റ് റോഡും കട്ട വിരിച്ച റോഡൊക്കെയാണ് ഇവിടെ ഉള്ളത്. വെയിലുണ്ട്, അപ്പോൾ കുടയൊക്കെ കൊണ്ടുവരാം. ചൂട് എടുക്കാതെ ഇരിക്കാൻ കുടയും കൊണ്ടുവരാം അല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു പറയാം. താങ്ക് യു. ഓക്കെ.